Hello students. Good morning. Next നമ്മള് organizations എന്ന് പറയുന്നത് United Nations Conference on Trade and Development. UNCTAD എന്ന് പറയും. എന്താണ് United Nations Conference on Trade and Development. ഈ ഓർഗനൈസേഷൻസ് എങ്ങനെയാണ് ഇന്റർനാഷണൽ ട്രേഡിനെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇതിന്റെ റോൾ എന്താണ്, ഇതിന്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ ഉള്ളത്. അപ്പൊ ആദ്യമായിട്ട് ഇതിന്റെ ഇൻട്രഡക്ഷൻ നോക്കാം. UNCTAD which is governed by its 194 members. ഇതിലുള്ളത് 194 members states is the United Nations body responsible ആണ്. ഇതിന്റെ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് for dealing with development issues ആണ് ഇത് ഡീൽ ചെയ്യുന്നത്, particularly international trade. മെയിൻ ആയിട്ട് ഇത് ഡീൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡ് ആണ്. ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീലിങ്സും ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ദെൻ അതിൽ പർട്ടിക്കുലർ ആയിട്ട് വരുന്നത് ഇന്റർനാഷണൽ ട്രേഡിനെ കുറിച്ചാണ്. ദ മെയിൻ ഡ്രൈവർ ഓഫ് ഡെവലപ്മെന്റ് മീൻസ് ഇന്റർനാഷണൽ ട്രേഡ് ആണ് ഇതിന്റെ മെയിൻ ആക്ടിവിറ്റീസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിന്റെ 3 വേർഡ്സ് ഇതിൽ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ റിമെമ്പർ ചെയ്യേണ്ട 3 വേർഡ് എന്ന് പറയുന്നത് തിങ്ക്, ഡിബേറ്റ് ആൻഡ് ഡെലിവർ. ഇങ്ങനെയുള്ള 3 വാക്കുകളാണ് ഇതിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ. അപ്പൊ മെയിൻ ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്തത് ഇന്റർനാഷണൽ ട്രേഡിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. Then the widening trade gap between the developed and developing countries. Developed countries-നും developing countries-നും തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ നികത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻസ് ആണ് ദ ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഡിസാറ്റിസ്ഫാക്ഷൻസ് വിത്ത് കാറ്റിൽ വരുന്ന അവരുടെ ഡിഫക്ട്സിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻസ് ആണ്. ദെൻ ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എ ന്യൂ ഓർഗനൈസേഷൻ വിച്ച് will help to reduce the trade gap of developing countries. Developing countries-നുള്ളിൽ ഉണ്ടാകുന്ന ട്രേഡ് ഗ്യാപ്പിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷൻസ് ആണ് ഇത്. Then they was established in 1964 and as a permanent organization of UN General Assembly. UN General Assemblyയുടെ ഒരു പെർമനന്റ് ഓർഗനൈസേഷൻസ് ആണ്. ട്രേഡ് ആൻഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പെർമനന്റ് ഓർഗനൈസേഷൻ ആണ് ഈ ഓർഗനൈസേഷൻ. 1964 ഇത് ഡെവലപ്പ് ചെയ്തത്. ദെൻ ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഫങ്ഷൻസ് എന്ന് പറയുമ്പം ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ ട്രേഡ് വിത്ത് എ വ്യൂ ടു അക്സിലറേറ്റിംഗ് എക്കണോമിക് ഡെവലപ്മെന്റ്. എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ട്രേഡിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, ഇന്റർനാഷണൽ ട്രേഡിനെ മാക്സിമം എങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൺട്രീസിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് അതിനു വേണ്ടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻസ് കൊണ്ടുവന്നത്. ടു ഫോർമുലേറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് റിലേറ്റഡ് പ്രോബ്ലം ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഇവിടെ ഫോർമുലേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസും ആൻഡ് പോളിസീസും പറയുന്നത് എന്തിനെ കുറിച്ചാണ്, ഇന്റർനാഷണൽ ട്രേഡിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസും പോളിസീസുമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുള്ളത്. ടു നെഗോഷിയേറ്റ് മൾട്ടിനാഷണൽ ട്രേഡ് അഗ്രിമെന്റ്. അതുപോലെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മൾട്ടിനാഷണൽ ട്രേഡ് അഗ്രിമെന്റിൽ വരുന്ന അതിനെ നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടു മേക്ക് പ്രൊപ്പോസൽസ് ഫോർ പുട്ടിംഗ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് ഇൻ ടു എഫക്റ്റ്.
അപ്പം പുതിയ പ്രപ്പോസൽസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രിൻസിപ്പിൾസും ആൻഡ് പോളിസീസും ഇതിന് എഫക്റ്റ് ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതിന്റെ ആക്ടിവിറ്റീസ് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ് റിസർച്ച് ആൻഡ് സപ്പോർട്ട് നെഗോഷിയേഷൻസ് ഫോർ കമോഡിറ്റി അഗ്രിമെന്റ്, ടെക്നിക്കൽ എലോബറേഷൻസ് ഓഫ് ന്യൂ ട്രേഡ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു അസിസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ദ ഏരിയാസ് ഓഫ് ട്രേഡ് ആൻഡ് ക്യാപിറ്റൽ. ഇതിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കണ്ടക്ട് റിസർച്ച് ആൻഡ് സപ്പോർട്ട് നെഗോസിയേഷൻസ് ഫോർ കമോഡിറ്റി അഗ്രിമെന്റ്, പുതിയ പുതിയ അഗ്രിമെന്റിൽ എൻഗേജ് ചെയ്യുക, ടെക്നിക്കൽ എലോബറേഷൻസ് കൊണ്ടുവരിക, ന്യൂ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഡിസൈൻ ചെയ്ത് കൂടുതലായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിനെ അസിസ്റ്റ് ചെയ്ത് എല്ലാ ഏരിയസിലും ട്രേഡിനെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഓർഗനൈസേഷൻസിന്റെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് പറയുന്നത്. ദെൻ ഇതിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ programs and priorities have been laid down in the various recommendations adopted by the first conference in 1964. ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് ആൻഡ് കൂടുതൽ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് 1964 ഫസ്റ്റ് കോൺഫറൻസിൽ എന്തൊക്കെയാണ് അഡോപ്റ്റ് ചെയ്തത് അതിന്റെ പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. എവറി കൺട്രി ഹാസ് എ സോവറിൻ റൈറ്റ് ഫ്രീലി ടു ഡിസ്പോസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. എല്ലാ കൺട്രീസിനും അവരവരുടെ അടുത്തുള്ള നാച്ചുറൽ റിസോഴ്സസിന് ഫ്രീ ആയിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള റൈറ്റ്സ്. ദെൻ എക്കണോമിക് റിലേഷൻസ് ബിറ്റ്വീൻ കൺട്രീസ് ലെവലിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ്സ്. അതുപോലെ തന്നെ എന്താണ്, ദെയർ ഷാൽ ബി നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറൻസ് ഇൻ സോഷ്യോ എക്കണോമിക് സിസ്റ്റം. കൺട്രീസ് തമ്മിൽ എന്തില്ല, നോ ഡിസ്ക്രിമിനേഷൻ ഓഫ് സോഷ്യോ എക്കണോമിക് സിസ്റ്റത്തിലെ ഡിസ്ക്രിമിനേഷൻസ് ഒന്നും വരാൻ പാടില്ല. ഇങ്ങനെയുള്ള റൈറ്റ്സ് ഒക്കെയാണ് ഇതിൽ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. ദെൻ ഈ 8 ഫങ്ഷൻസ് ഹെൽഡ് അണ്ടർ UNCTAD. ഇതിൽ 8 ഫങ്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അനദർ ഫങ്ഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് given important role of primary commodities and natural resources for developing countries. Developing countries in primary commodity അവർക്ക് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നാച്ചുറൽ റിസോഴ്സസും പ്രൈമറി കമോഡിറ്റീസ് ഒക്കെ കൊണ്ടുവരാനുള്ള റൈറ്റ്സ് ഡെവലപ്പിംഗ് കൺട്രീസിന് കൊടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ടു ആൾസോ ടുക്ക് എഫോർട്ട് ടു സ്റ്റെബിലൈസ് ആൻഡ് എക്സ്പാൻഡ് ദി എക്സ്പോർട്ട് ഏണിംഗ് ഓഫ്, ഇവർക്ക് കൂടുതലായിട്ട് എക്സ്പോർട്ട് ഏണിങ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് അത് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക ഡെവലപ്പിംഗ് കൺട്രീസിനും. അപ്പൊ ഇതിൽ പറയുന്ന ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കമോഡിറ്റീസും നാച്ചുറൽ റിസോഴ്സസും ഡെവലപ്പിംഗ് കൺട്രീസിന് കൊടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ എക്സ്പോർട്ട് ഏണിങ്സിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ ഗ്രൂപ്പ് അപ്രോച്ച് ടു നെഗോഷിയേഷൻസ് വിത്ത് കൺട്രീസ്. എല്ലാ മെമ്പർ കൺട്രീസുമായിട്ട് നല്ലൊരു അപ്രോച്ച് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് കമ്മിങ് ടുഗദർ അണ്ടർ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 77 ടു കോർഡിനേറ്റ് ദെയർ പൊസിഷൻസ്. ചൈന ഫോംഡ് എ സെപ്പറേറ്റ് ഗ്രൂപ്പ്. ചൈന എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ മെയിൻ ഫങ്ഷൻസ് അല്ലാതെ ചില അഡീഷണൽ സബ്സിഡിയറി ഫങ്ഷൻസും കൂടെ ഇതിൽ പറയുന്നുണ്ട്. ദെൻ ഇതിന്റെ റോൾ എന്ന് പറയുമ്പോൾ ഇത് എന്താണ്, ഈ ഓർഗനൈസേഷൻസിന്റെ റോൾ എന്ന് പറയുമ്പോൾ, despite the debates and disagreement played a key role, the generated system of preferences GSP, generated system of preferences, a shipping code, special international programs to help least developed countries and international aid target. ഇതൊക്കെ ഇതിന്റെ എന്തായിട്ട് വരുന്നു, റോൾ ആയിട്ട് വരുന്നു. Then during the breakdown of Bretton Woods system, oil price shock, inflations and accumulation of debt by developing countries became a central forum for debates between North and South. ഈ പർട്ടിക്കുലർ പീരീഡിൽ ഇത് എന്തായിരുന്നു, ഒരു സെൻട്രൽ ഫോറം ആയിട്ട് ഇത് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇന്റർനാഷണൽ ട്രേഡിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം,
എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. ലൈക്ക് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ് ടു ഇൻക്രീസ് ദെയർ എക്കോണമി ഓഫ് ദി കൺട്രി. ഡെവലപ്പിംഗ് കൺട്രീസും ഡെവലപ്ഡ് കൺട്രീസും തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ റിമൂവ് ചെയ്ത് ഇവർക്ക് എല്ലാ കൺട്രീസിലും എങ്ങനെ നമുക്ക് എക്കണോമിക് പവറിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പർട്ടിക്കുലർ കൺട്രീസിൽ ട്രേഡിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് ഇത് ഈ നമ്മൾ ഇന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. അപ്പൊ ഇത് ഇത്രയുമാണ് നമുക്ക് ഏതിലുള്ളത്, 4th ചാപ്റ്ററിലുള്ളത്. നമ്മൾ പറഞ്ഞു കുറെ ഓർഗനൈസേഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഈ ഓർഗനൈസേഷൻസ് എല്ലാം ഇന്റർനാഷണൽ ട്രേഡിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിനെ എങ്ങനെയാണ് ഡെവലപ്ഡ് ചെയ്ത് അവർക്ക് എങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അതിനെ കുറിച്ചാണ് ഈ ഒരു മൊഡ്യൂളില് പറയുന്നത്. അപ്പം നമ്മൾ കുറെ പറഞ്ഞതിൽ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഓർഗനൈസേഷൻസ് ഒക്കെ എസ്എ ക്വസ്റ്റ്യൻസിനും ഒക്കെ റിപ്പീറ്റ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് കൂടുതലായിട്ട് പറയാനില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പോർഷൻസ് എങ്കിലും നമുക്ക് പഠിച്ചാൽ മതിയാവും. അപ്പൊ ഇതിൽ വരുന്ന ഓർഗനൈസേഷൻസിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക. കൂടുതലായിട്ട് അറിയാമെങ്കിൽ വേറെ നമുക്ക് സെർച്ച് ചെയ്ത് പഠിക്കാം.